ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തെന്ന് നോക്കാം. ദേശീയ സാങ്കേതിക ദിനം, നാഷണൽ ടെക്നോളജി ഡേ, എല്ലാ വർഷവും ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? മറന്നുപോകണ്ട, നാഷണൽ ടെക്നോളജി ഡേ എന്ന് പറയുന്നത് മെയ് 11 1998 നടന്ന പൊക്രാൻ 2 ആണവ പരീക്ഷണങ്ങളുടെ വിജയം അനുസ്മരിക്കുന്നതിനായിട്ടാണ് മെയ് 11 ദേശീയ സാങ്കേതിക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ ഈ പ്രാവശ്യം ഒരു തീമുണ്ട്. 2026 തീം എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഇന്നോവേഷൻ ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്, അതായത് ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കായിട്ട് ഉത്തരവാദിത്തമുള്ള നവീകരണം എന്ന് പറയുന്നതാണ് ഇതിന്റെ തീം. മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് തീം. അതുകൊണ്ട് തന്നെ ഡേയോടൊപ്പം തന്നെ നമ്മൾ എന്തും പഠിക്കുക, തീമും പഠിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജൂട്ട് കോർപ്പ് ഇൻഫർമേഷൻ സിസ്റ്റം, JCIS, ISROയും ഏത് സംഘടനയും ചേർന്നിട്ടാണ് നടപ്പിലാക്കിയത്? JCS എന്ന് പറയുന്നത് ISROയുടെ കൂടെ ഏത് സംഘടനയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈ ചണകൃഷിയുടെ ശാസ്ത്രീയമായ നിരീക്ഷണത്തിനും ഉൽപാദനത്തിനും കൃത്യമായി കണക്കാക്കുന്നതിന് വേണ്ടി 2023 സ്ഥാപിച്ചിരിക്കുന്നത്. JCIS 2023 വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2023 സമാധാന നോബൽ ജേതാവ് നർഗീസ് മുഹമ്മദി തന്റെ ജയിൽ അനുഭവങ്ങളെക്കുറിച്ച് ഒരു പുതിയ നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവലിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ്. എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ്, ഇതാണ് പുസ്തകത്തിന്റെ പേര്. അതായത് ഇറാനിലെ ജയിൽ ജീവിതത്തെക്കുറിച്ചും മനുഷ്യാവകാശ പോരാട്ടത്തെക്കുറിച്ചും ഒക്കെ വിവരിക്കുന്ന ഒരു പുസ്തകമാണ്. 2026 സെപ്റ്റംബറിലാണ് ഈ പുസ്തകം പുറത്തിറങ്ങാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയാൻ കേരളം നടപ്പിലാക്കിയ ഏതു പദ്ധതിയാണ് ദേശീയ തലത്തിൽ മികച്ച മാതൃകയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇമ്പോർട്ടൻ്റ് ആണ്, അമരം എന്നാണ് പദ്ധതിയുടെ പേര്. എന്താണ് അമരം? ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആൻഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം എന്നാണ്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആൻഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം എന്നാണ് അമരം എന്നുള്ള പദ്ധതിയുടെ പൂർണ്ണരൂപം. ആദ്യമായി ഇത് നടപ്പിലാക്കിയത് ആലപ്പുഴയിലാണ്. ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന 10ാമത് ദേശീയ ഉച്ചകോടിയിൽ മികച്ച പദ്ധതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ചോദിച്ചാലും നിങ്ങൾ ആൻസർ എഴുതിക്കോളൂ, അമരമാണ്. അടുത്തത്, തപാൽ വകുപ്പ് പുതുതായി കൊണ്ടുവന്ന ലളിതമായ വിലാസ സംവിധാനത്തിന്റെ പേരെന്താണെന്നാണ്. ധ്രുവ എന്നാണ് വിലാസ സംവിധാനത്തിന്റെ പേര്. ഡിജിറ്റൽ ഹബ് ഫോർ റെഫറൻസ് ആൻഡ് യൂണിക് വെർച്വൽ അഡ്രസ് എന്നാണ് ധ്രുവ അറിയപ്പെടുന്നത്. പണമിടപാടുകൾക്ക് UPI ID ഉള്ളതുപോലെ തന്നെ വീട്ടുവിലാസത്തിന് പകരം ലളിതമായ ഒരു ID ഉപയോഗിച്ച് കത്തുകളും പാഴ്സലുകളും അയക്കാനായിട്ട് സഹായിക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ ധ്രുവ എന്ന് പറയുന്നത്. അടുത്തത്, യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ UIDAയുടെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? സൗരഭ് വിജയ് ആണ്. നിലവില് നീൽകാന്ത് മിശ്ര, അദ്ദേഹത്തിന് ശേഷമാണ് സൗരഭ് വിജയ് വരുന്നത്. അടുത്തത്, 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം പാടിയത് ആരൊക്കെയാണ്? ഷക്കീറയും ബെർണാബോയുമാണ് പാടിയത്. ഡായ് ഡായ് എന്നാണ് ഈ പാട്ടിന്റെ പേര്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് 2026 ലോകകപ്പ് നടക്കുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചു. ഇതെല്ലാ എക്സാംസിനും SSC, PSC, RRB തുടങ്ങിയ എക്സാംസിനൊക്കെ ഉപകാരപ്രദമാകുന്ന കറണ്ട് അഫയേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി CC ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പഠിച്ചു തുടങ്ങാം CCക്കൊപ്പം.